ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേക്കാണ്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കാം. ഈ കേക്കിന് ഞാനൊരു ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അത് നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അത് നമുക്ക് വേണ്ടത് മൈദയാണ്. 2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ബേക്കിംഗ് പൗഡറാണ്. അത് 2 ടീസ്പൂൺ വേണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ 1 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും വെജിറ്റബിൾ ഓയിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഇനി ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്യേണ്ട, ബാച്ചായിട്ട് ആഡ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്, ക്യാരറ്റ്. 2 വലിയ കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 8 ക്യാരറ്റ് ഉണ്ടാവും. അതും കൂടി ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചോപ്ഡ് വാൽനട്ട്സ് ആണ് ആഡ് ചെയ്യുന്നത്. അത് ഓപ്ഷനിലാണ്. ഇനി വാൽനട്ട്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് വരെ നിങ്ങൾക്ക് റേസിൻസോ കാഷ്യൂനട്ടോ അങ്ങനെ ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. ആദ്യം തന്നെ ഓവൻ 350 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഇനി ഒരു കേക്ക് ടിൻ നന്നായിട്ട് ഗ്രീസ് ചെയ്ത്, ബട്ടർ യൂസ് ചെയ്താണ് ഗ്രീസ് ചെയ്ത്, അതിനകത്തേക്ക് ഞാൻ കുറച്ച് മൈദയും കൂടെ തൂകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. 350 ഡിഗ്രിയിൽ ഒരു 40 to 50 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കേക്കിന് വേണ്ട ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ക്രീം ചീസാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ബീറ്റർ യൂസ് ചെയ്ത് ചെറുതായിട്ട് ബീറ്റ് ചെയ്തൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം.
ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ബാച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ക്രീം ചീസും പഞ്ചസാര പൊടിച്ചതും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ട ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ. ഒരു ലെയർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാക്കി പാർട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കും ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ സ്പൂൺ വെച്ച് ചെറുതായിട്ടൊരു പാറ്റേൺ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചോപ്ഡ് വാൽനട്ട്സ് ആഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത്തവണ ക്രിസ്മസിന് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.